നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ക്രൈമുകളാണ് നമ്മൾ വാർത്തയിൽ കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ വാർത്തയിൽ കണ്ടത് മാനന്തവാടിയിൽ ലിവിങ് ടുഗദറിലായിരുന്ന ഒരാൾ അയാളുടെ പാർട്ട്ണറെ, പങ്കാളിയായ സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തി അവരുടെ രണ്ട് മക്കളെയും ഉപദ്രവിച്ചു. അതിൽ ഇളയ കുട്ടിയും കൊണ്ട് അയാൾ കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ അയാളെ പിടിച്ചിട്ടുണ്ട് പോലീസ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ മാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ദാരുണമായിട്ടുള്ള ഈ ഒരു ക്രൂരവും ദാരുണവും എന്ന് പറയാം, ആ ഒരു കൊലപാതക വാർത്തയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു കൊലപാതകത്തിന് മുന്നിൽ മാനന്തവാടിക്കടുത്തുള്ള അപ്പപ്പാറയ്ക്കടുത്ത് എടയന്നൂരിലെ അപർണ എന്ന് പറയുന്ന 36 വയസ്സുള്ള ആ പെൺകുട്ടിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ മോട്ടീവ് എന്താണ് എന്ന് ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അനുസരിച്ച് ഈ പറയുന്ന അപർണ എന്ന് പറയുന്ന യുവതിയും ഈ ദിലീഷ് എന്ന് പറയുന്ന യുവാവും തമ്മിൽ കുറേ കാലമായിട്ട് ലിവിങ് റിലേഷനിലായിരുന്നു, ഒരുമിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അപർണയുടെ കുഞ്ഞുങ്ങൾ 2 മക്കളാണ് അപർണയ്ക്കുള്ളത്. അനർഘ എന്ന് പറയുന്ന 14 വയസ്സുള്ള ഒരു കൊച്ചും അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയും. അപ്പോൾ 2 പെൺകുട്ടികളാണ്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണി ആ ഒരു സമയത്തോടടുത്താണ് ഈ ഒരു ക്രൂരമായ കൊലപാതകം അവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഒരു വിഷയം നമ്മളെല്ലാം പുറത്തറിയുന്നത്. അപ്പോൾ ആ സമയം തന്നെ ഈ ഒരു കുട്ടിയെ, അതായത് അപർണയുടെ ക്രൂരമായ കൊലപാതകം നടന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിക്ക് കഴുത്തിനും അതുപോലെ തന്നെ ചെവിയും ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട് മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തന്നെ അഡ്മിറ്റാണ്. ഇതിൻ്റെ പുറകിൽ എന്തായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ആദ്യം കുഴക്കിയത്. പക്ഷേ ഒരു കുഞ്ഞിനെ രാവിലെ തന്നെ കാണാതായി. അപ്പോൾ നമ്മൾ രാവിലെ മാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഇളയ കുട്ടിയെ കാണാതായിരിക്കുന്നു എന്ന വാർത്തയാണ് കണ്ടത്. അപ്പോൾ തന്നെ ആളുകൾ പലതരത്തിൽ ഭയപ്പെട്ടിരുന്നു, ഈ കുഞ്ഞിന് തിരിച്ചു കിട്ടുമോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഭയപ്പെട്ടിരുന്നു. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ അന്വേഷണം തന്നെ അവിടെ നടന്നു. നാട്ടുകാർ രംഗത്തിറങ്ങി അവിടെയുള്ള വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് അപ്പപ്പാറയിലെ എസ്റ്റേറ്റും അവിടെ അടുത്ത് ഈ പുള്ളിയുടെ ഭാഗമായിട്ടൊരു എസ്റ്റേറ്റ് ഉണ്ട്, ആ ഒരു എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണങ്ങൾ നടന്നത്. ഈ അപ്പപ്പാറയിലെ എസ്റ്റേറ്റിൻ്റെ വന മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ ദിലീഷ് എന്ന് പറയുന്ന ഈ പ്രതിയെയും അതുപോലെ തന്നെ ഈ 9 വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെയും കണ്ടെത്തിയത്. ഭാഗ്യം എന്ന് പറയട്ടെ, ഈ കുഞ്ഞിന് കാര്യമായ പരിക്കൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം അയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള എന്തെങ്കിലും ആണോ? അല്ല, ഇതുവരെ അത്തരത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണ് എന്ന് ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിനുള്ളിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഒരു ലിവിങ് റിലേഷൻ ആകുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ജീവിതത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള ചില പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്കും ഒപ്പം ആ ഒരു കുട്ടിയെ ഇല്ലാതാക്കുന്നതിലേക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലേക്കും പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ലിവിങ് ടുഗദർ ആ ഒരു രീതിക്കെതിരെയാണോ പറയുന്നത്? അങ്ങനെയല്ല. ഈ ലിവിങ് റിലേഷൻ നമ്മളിപ്പോൾ ഏത് കല്യാണമായിക്കോട്ടെ അല്ലെങ്കിൽ ലിവിങ് റിലേഷൻ ആയിക്കോട്ടെ, ഇതിൽ നിൽക്കുമ്പോൾ 2 പേർ തമ്മിലുള്ള ഐക്യവും പൊരുത്തപ്പെടലും വിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ. ലിവിങ് ടുഗദർ റിലേഷൻ എന്ന ആ കോൺസെപ്റ്റ് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ പല കല്യാണം കഴിച്ചു പോയി എന്ന ഒരു കാരണത്തിന്റെ പേരിൽ സഹിച്ച് ജീവിക്കുക ഇതുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ ലിവിങ് ടുഗദർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ലിവിങ് ടുഗദറിൽ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ പിരിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് 2 പേർക്കും ഇല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കല്യാണവും ലിവിങ് റിലേഷനും, ഇപ്പൊ ലിവിങ് റിലേഷൻ എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഈ കല്യാണത്തിൻ്റെതായിട്ടുള്ള ബന്ധനങ്ങളൊന്നുമില്ലാതെ തുറന്ന മനസ്സോടുകൂടി ഒരാളെ സ്നേഹിക്കുകയും അതെപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു ആ സമയത്ത് അവസാനിപ്പിച്ച് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ലിവിങ് റിലേഷൻ ആയാലും കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നതിൽ ആത്യന്തികമായി ഇവരെല്ലാം മനുഷ്യർ തന്നെയാണ്. അല്ലാതെ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇതിനെ രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ നിർത്തി പോകാൻ പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ ഡിവോഴ്സ് കാര്യങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ലിവിങ് റിലേഷനിൽപ്പെട്ട ആളുകൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ അവർക്ക് പിന്മാറാം. അവരെ അങ്ങനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ബന്ധനാവസ്ഥയുണ്ട്. അത് ബന്ധനം ഞാൻ പറയുന്നതല്ല, സമൂഹത്തിൽ ചില അവർ തന്നെ പറയുന്ന കാര്യമാണ്. ആ ഒരു ബാധ്യതകളൊക്കെ തന്നെ ഈ ലിവിങ് റിലേഷനിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലും പലപ്പോഴും കടന്നു വരാറുണ്ട്. അതൊരു അറ്റാച്ച്മെന്റ് വരുന്നതാണ്. മനുഷ്യരങ്ങനെയല്ലേ, ഒന്നിച്ച് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോൾ സ്നേഹം വരുമ്പോൾ അറ്റാച്ച്മെന്റ് വരും. അവർ നമ്മളോടൊപ്പം കൂടുതൽ
കാലം ഉണ്ടാകണം, ഒന്നിച്ചുണ്ടാവണം എന്നൊരാഗ്രഹം വരുന്നത് അത് മനുഷ്യന്റെ ഒരു സഹജമായ ഒരു ചിന്തയല്ലേ? മനുഷ്യന്റെ സഹജമായ ചിന്തയാണ്. പക്ഷെ ആ ചിന്തയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ലിവിങ് റിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഒരുപാട് കാലം ഒരു ജീവിക്കാൻ കല്യാണം കഴിച്ചാൽ മതിയല്ലോ. പക്ഷെ ആ ലിവിങ് റിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കിയപ്പോൾ അതിനെ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്നതിൽ പുറത്തുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പക്ഷേ കുട്ടികളെ എന്തിനാണ് ഉപദ്രവിച്ചതായിരിക്കും? അല്ല, അത് ഈ പറയുന്ന പോലെ ഭാര്യയോട് അല്ലെങ്കിൽ ക്ഷമിക്കണം തൻ്റെ ജീവിത പങ്കാളിയോട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് മക്കളെ കൂടി ഒരു മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് താളം തെറ്റുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ പല കൊലപാതകങ്ങളിലും പല പ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് എന്താ, ഭാര്യയെ കൊല്ലുന്നു, അതുപോലെ തന്നെ മക്കളെ കൊല്ലുന്നു. ഇപ്പം ഇവിടെ അടുത്ത് നടന്ന കൊലപാതകം അഫാന്റെ കേസിൽ തന്നെ എന്താ സംഭവിച്ചത്? ഉമ്മ ഷെമിയെ കൊല്ലുന്നു. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് അവൻ പറയുന്ന അവൻ്റെ കാമുകയെ വിളിച്ച് വരുത്തിയിട്ട് നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അടിച്ചടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനിയന് വാങ്ങി കൊടുത്തിട്ട് ഒറ്റയ്ക്കായി പോകുന്നുള്ളതുകൊണ്ട് അവനോട് സ്നേഹം കൂടുതലുകൊണ്ട് അവനെയും കൊല്ലുന്നു. ഇതാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ സ്ഥിതി എങ്ങനെയാണ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ബന്ധങ്ങളിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളിലൂടെ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ്. അതിന് പല കാരണങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇൻസ്റ്റഗ്രാം പ്രണയങ്ങൾ ഒരുപാട് നടക്കുന്ന കാലമാണ് ഇപ്പോൾ. ഫേസ്ബുക്ക്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് വഞ്ചിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇവർ ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ഡിവോഴ്സ് നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റൊരാളുമായിട്ട് ഇവർക്ക് ഒരു റിലേഷൻ ഉണ്ടാകുന്നു. അയാളുടെ കുടുംബവും വലിയ പ്രശ്നത്തിലാണ്. ആ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് നീ ഡിവോഴ്സ് ചെയ്തോ എന്ന് പറയുന്നു. അപ്പം ഇവരും പ്രശ്നത്തിലാണ്. അപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്യുന്നു. ഡിവോഴ്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇയാളോട് ഡിവോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ ഇയാൾ പറയുന്നത്, നമുക്ക് ഫ്രണ്ട്സായിട്ട് പോകാം, എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വളരെ വലിയ സൈക്കോളജിക്കൽ ഇഷ്യൂ ഒക്കെ ആയി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. എന്നോടൊരു സുഹൃത്ത് സംസാരിച്ചാണ്. ഞാൻ അവിടെ ഇപ്പം മറുപടി പറയണമെങ്കിൽ വേറെ എന്തെങ്കിലും മറുപടിയാണ് എൻ്റെ അടുത്ത് നിന്ന് വരിക ഇത് കേൾക്കുന്ന സമയത്ത്. കാരണം നമ്മൾ എന്ത് വിശ്വസിച്ചാണ് പിന്നെ മറ്റൊരാളുടെ വാക്ക് കേട്ട് നമ്മുടെ കൂടെയുള്ള പങ്കാളികളെ ഡിവോഴ്സ് ചെയ്ത ഒരാൾ, അവർക്ക് എന്ത് ന്യായമാണ് മറ്റൊരാൾ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്നുള്ളത്? അതൊരു ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇതിൻ്റെ മറുഭാഗത്ത് ഓപ്പൺ മനസ്സോടുകൂടി, അതായത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, ശരിയാണ്, അയാൾക്ക് എന്നെ ഇത്ര കാലം സ്നേഹിക്കാം, അയാൾക്ക് മടുക്കുന്നവരെ എന്നെ സ്നേഹിക്കാം, അയാൾക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യവും കൊടുക്കുന്നു, എപ്പോൾ വേണമെങ്കിലും നിർത്തിപ്പോകാം എന്ന ഒരു മനസ്ഥിതി വെച്ചാണ് മനുഷ്യൻ പെരുമാറുന്നതെങ്കിൽ പ്രശ്നമില്ല. അല്ല, അങ്ങനെ ഒരു മനസ്ഥിതി വെക്കുമ്പോൾ ഒരാൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് വരികയും മറ്റേ ആൾക്ക് അതുപോലെ വരാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ അറ്റാച്ച്മെന്റ് സ്നേഹം എന്നൊക്കെ പറയുന്നത് ഈ സ്കെയിൽ വെച്ച് അളന്ന് വെക്കാൻ പറ്റുന്നതാണോ? അല്ല, ഒരിക്കലും വരുന്നതല്ലേ. അതെ, ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ഒരു മാനസികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു സ്കെയിൽ വെച്ച് അളക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധത്തിൽ തളച്ചിടാനോ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പേരിൽ ഇരയാക്കപ്പെടുന്ന കുട്ടികളുടെ ജീവനുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് പരസ്പരം വെട്ടിമരിക്കുന്നത് പോലെയല്ല. ഒരുപാട് കാലം ജീവിച്ച് കൊതി തീരാതെ ഒരുപക്ഷെ നമ്മുടെ നാടിനും ഒരുപാട് മറ്റ് നാളേക്കുള്ള വാഗ്ദാനങ്ങളായിട്ടുള്ള കുഞ്ഞു മക്കൾ ഈ കൊലപാതകം മരണപ്പെടുന്നു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു, ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സംഭവം തന്നെയാണ് ഇവിടെ അപ്പപ്പാറയിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പം എന്താണ് ഇതിൻ്റെ യഥാർത്ഥ മോട്ടീവ്, എന്തിനായിരുന്നു അയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പം പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേക ക്രൈംബ്രാഞ്ചിന് കേസ് വിടുമെന്നും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നൊക്കെയാണ് വയനാട് SP ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള മരണങ്ങളിലേക്ക് ആരും പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാതിരിക്കുക. എന്തായാലും സമൂഹത്തിന് ബോധം ഉണ്ടാവട്ടെ.